വയനാട് പുത്തുമലയിലെ ഉരുൾപൊട്ടലിൽ ഒരു ഗ്രാമം ഒന്നാകെ ഒലിച്ചുപോയ ഓർമ്മകൾക്കും ഇന്ന് 5 ആണ്ടാവുകയാണ്. 2019 ഓഗസ്റ്റ് 8 രാത്രിയാണ് പച്ചക്കാട് മലയുടെ താഴ്വാര പുത്തുമലയെ ഒന്നാകെ ഉരുളെടുത്തത്. 17 ജീവനുകൾ ദുരന്തത്തിൽ പൊലിഞ്ഞു. അന്ന് ഉരുളെടുത്ത ജീവനുകൾ പലതും ഇന്നും കരകയറാതെ പകച്ചു നിൽക്കുകയാണ്. പൂത്തുനിൽക്കുന്ന മലയാണ് പുത്തുമല എന്ന പേരിൽ അറിയപ്പെട്ടത്. കനത്ത മഴയെ തുടർന്ന് കുത്തിയൊലിച്ചെത്തിയ ഭീമൻ പാറയും മണ്ണുമൊക്കെ നിമിഷനേരം കൊണ്ട് ഒരു ഗ്രാമത്തെ ഒന്നാകെ തുടച്ചു നീക്കി. ഉരുളെടുത്ത നിരവധി മനുഷ്യരുടെ ആത്മാക്കൾ ഇന്നും ഉറങ്ങുകയാണിവിടെ. ഉരുൾപൊട്ടലിനു ശേഷം രൂപം കൊണ്ട നീർച്ചാൽ ശാന്തമായി ഒഴുകുന്നു. പുത്തുമല ഇന്ന് നിശബ്ദമാണ്. മനുഷ്യവാസമില്ലാതെ അടച്ചിട്ട വീടുകൾ മാത്രമാണ് ബാക്കി. മലവെള്ളത്തോടൊപ്പം താഴേക്ക് പതിച്ച കൂറ്റൻ പാറകൾ, ചെമ്മണ്ണിൻ്റെ വലിയ മൺകൂനകൾ എല്ലാം വർഷങ്ങൾക്കിപ്പുറം വീണ്ടും പച്ച പുതച്ചു. ഉരുൾപൊട്ടലിൽ കാണാതായ 5 പേരെ ഇനിയും കണ്ടെത്തിയിട്ടില്ല. 58 വീടുകൾ നാമാവശേഷമായി. 22 വീടുകൾ ഭാഗികമായും തകർന്നു. കൂടെ പലരുടെയും സ്വപ്നങ്ങളും. ഉരുൾപൊട്ടലിൻ്റെ ബാക്കി പത്രമെന്നോണം മണ്ണിനുള്ളിൽ പാതി തെളിഞ്ഞു കാണുന്ന വീടുകൾ മാത്രമാണ് അവശേഷിപ്പായി ഉള്ളത്. വീടും സ്ഥലവുമൊക്കെ നൽകാമെന്ന സർക്കാരും സംഘടനകളും വാഗ്ദാനങ്ങളുമായി എത്തി. എന്നാൽ പഴയ ജീവിതം തിരിച്ചു കിട്ടാത്ത പലരും ഇന്നും പാടികളിൽ ജീവിതം തള്ളി നീക്കുന്നുണ്ട്. നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ പുത്തുമല പോലെ ആകരുത്. കാരണം വെച്ചാൽ പുത്തുമല ഇപ്പോൾ വാടകയ്ക്ക് അന്ന് കൊടുത്തിട്ട് 2 മാസം കൊടുത്തിട്ടുണ്ട്, ബാക്കി കൊടുത്തിട്ടില്ല എന്നൊക്കെ ഉണ്ട്. പിന്നെ വീട് തന്നെ ചെറിയ പെട്ടിക്കൂട് പോലെയൊക്കെ കൊടുത്തിട്ട് ചോർച്ച കാര്യങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്കൂളോട് പറഞ്ഞാൽ 200 അതിൻ്റെ മേലെ വീടുകളുണ്ട്. മുണ്ടക്കൈയുടെയും ചൂരൽമലയുടെയും പുനരധിവാസത്തിനായി കേരളം ഒന്നിക്കുമ്പോൾ തൊട്ടടുത്തുള്ള പുത്തുമല ദുരന്തത്തിൽ ജീവൻ തിരിച്ചു കിട്ടിയവരുടെ പുനരധിവാസം ഇന്നും പൂർണ്ണമായി സാധ്യമായിട്ടില്ല. മുണ്ടക്കൈ പുത്തുമലയുടെ തനിയാവർത്തനമാവരുതെന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ 5ാം വാർഷികം. ടീം റിപ്പോർട്ടർ, വയനാട്.